തുടർന്നു കൊണ്ട് പറയുന്നത് എന്താ? ലിയുൻദിറ, അൻദറ യുൻദിറു. അൻദറ എന്ന് പറഞ്ഞാൽ വാണിംഗ് കൊടുക്കാൻ വേണ്ടി, താക്കീത് നൽകാൻ വേണ്ടി. ഇൻദാർ, ലിയുൻദിറ. അൻദറയുടെ മുളാരിയാണ് യുൻദിർ. ലിയുൻദിറ, താക്കീത് ചെയ്യുവാൻ വേണ്ടിയാണ് ഈ ഗ്രന്ഥം. ബഅ്സൻ ശദീദൻ മിൻ ലദുൻഹു, അവൻ്റെ അടുക്കൽ നിന്നുള്ള കഠിന കഠോരമായ ശിക്ഷയെക്കുറിച്ച് താക്കീത് നൽകാൻ. ബഅ്സ് എന്ന് പറഞ്ഞാൽ അദാബ്, അതികഠിനമായ ശിക്ഷ. ഖുർആനിൽ പല സ്ഥലങ്ങളിലും ബഅ്സ് എന്ന് അദാബ് എന്ന അർത്ഥത്തിൽ തന്നെ നമുക്ക് കാണാൻ സാധിക്കും. അവർ നിർഭയരായിരിക്കുകയാണോ, നമ്മുടെ ശിക്ഷയവർക്ക് രാത്രിയിൽ വന്നെത്തുകയില്ല എന്നിട്ട് വിചാരിച്ചിരിക്കുകയാണോ എന്നൊക്കെ ഖുർആൻ പലയിടത്തും ചോദിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ശിക്ഷകൾ വന്ന നാടുകളെക്കുറിച്ച് പറയുന്നിടത്ത് ഫജാഅഹ ബഅ്സുനാ ബയാതൻ, നമ്മുടെ ബഅ്സ് അവർക്ക് വന്നെത്തി. ബയാതൻ, അവർ രാത്രിയിലായിരിക്കെ. ബഅ്സുന, നമ്മുടെ ബഅ്സ് എന്ന് പറഞ്ഞാൽ അവിടെ അദാബുന എന്നാണ്. അപ്പം അവിടെ ശിക്ഷയാണ്. ലിയുൻദിറ ബഅ്സൻ ശദീദൻ, ലിയുൻദിറ ബഅ്സൻ ശദീദൻ മിൻ ലദുൻഹു, തൻ്റെ പക്കൽ നിന്നുള്ള കഠിനമായ ശിക്ഷ. അള്ളാഹിൻ്റെ ശിക്ഷ അതികഠിനമായിരിക്കും. അള്ളാഹിൻ്റെ ശിക്ഷ ശദീദ് എന്നാണ് വിശേഷിപ്പിച്ചത്. റബ്ബിൻ്റെ ശിക്ഷ താങ്ങാനാവൂല. ലാ യുഅദ്ദിബു അദാബഹു അഹദുൻ വലാ യൂസിഖു വസാഖഹു അഹദുൻ. അവൻ ശിക്ഷിക്കും പോലെ ശിക്ഷിക്കുന്നവരില്ല, അവൻ പിടിച്ചു കെട്ടും പോലെ പിടിച്ചു കെട്ടുന്നവരില്ല. കഠിനകഠോരമാണ് അവൻ്റെ ശിക്ഷ. അങ്ങനെയുള്ള കടുത്ത ശിക്ഷയുണ്ടാകുമെന്ന് മുന്നറിയിപ്പ് നൽകുകയാണ് ഈ ഗ്രന്ഥം. വയുബശ്ശിറൽ മുഅ്മിനീന, മുഅ്മിനീങ്ങൾക്ക് സന്തോഷ വാർത്ത അറിയിക്കുവാനും. അപ്പൊ ലിയുൻദിറ എന്നുള്ളിടത്ത് ഒരു അർത്ഥം നമ്മൾ സന്ദർഭത്തിൽ മനസ്സിലാക്കണം. ഇവിടെ മുഅ്മിനീങ്ങൾക്ക് സന്തോഷ വാർത്ത എന്ന് പറയുമ്പോൾ അതിൻ്റെ അപ്പുറത്ത് ലിയുൻദിറ എന്ന് പറഞ്ഞാൽ ആർക്കാണ്? അൽ കാഫിരീന, സത്യനിഷേധികൾക്ക് കഠിനമായ ശിക്ഷയുണ്ടെന്നും. വയുബശ്ശിറ, സന്തോഷ വാർത്ത അറിയിക്കുവാനും. ആർക്ക്? അൽ മുഅ്മിനീന, സത്യവിശ്വാസികൾക്ക്. എങ്ങനെയുള്ള സത്യവിശ്വാസികൾ? അല്ലദീന, അവരെങ്ങനെയുള്ളവരാണ്? യഅമലൂന സ്വാലിഹാത്തി, യഅമലൂന, അവർ പ്രവർത്തിക്കുന്നവരാണ്. അസ്സാലിഹാത്തി, സൽക്കർമ്മങ്ങൾ. അമില യഅമലു, യഅമലൂന, അവർ ചെയ്യുന്നു. അസ്സാലിഹാത്തി, സൽക്കർമ്മങ്ങൾ. ധാരാളമായി കേട്ട് പരിചയമുള്ള ഒരു പദമാണ്. അപ്പൊ സൽക്കർമ്മങ്ങൾ ചെയ്യുന്ന വിശ്വാസികൾക്ക് സന്തോഷ വാർത്തയും അറിയിക്കാനാണ് ഈ ഗ്രന്ഥം. എന്താണ് അവർക്കുള്ള സന്തോഷ വാർത്ത? മറ്റവർക്ക് കഠിനകഠോരമായ ശിക്ഷയാണെങ്കിൽ ഈമാനും സൽക്കർമ്മവും ഉള്ള ആളുകളോട് പറയുന്നത് അന്നലഹും, തീർച്ചയായും അവർക്കുണ്ട് എന്ന്. അതാണ് അവർക്കുള്ള സുവിശേഷം. അന്നലഹും, തീർച്ചയായും അവർക്കുണ്ട്. അജ്റൻ ഹസനൻ, അജ്റൻ പ്രതിഫലം, ഹസനൻ ഏറ്റവും നല്ല നല്ല പ്രതിഫലമുണ്ട്, അഥവാ സ്വർഗമുണ്ട് എന്നറിയിക്കാനുമാണ് ഈ ഗ്രന്ഥം അള്ളാഹു അവൻ്റെ അടിമയ്ക്ക് അവതരിപ്പിച്ചു കൊടുത്തത്. ഇങ്ങനെ പാരായണം ചെയ്യുമ്പോൾ നമ്മളെ മനസ്സിലങ്ങനെ ഈ ആശയം വിട്ടുപോകാൻ പാടില്ല. നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ, അപ്പോൾ ഇത് നമ്മൾ ഭാഗ്യം നമ്മളെല്ലോ വെള്ളിയാഴ്ച പാരായണം ചെയ്യുന്നുണ്ട്. ഇത് നമുക്ക് നല്ലൊരു അവസരമാണ്. ഇങ്ങനെ പാരായണം ചെയ്യുമ്പോൾ ഇതിന് കുറച്ചൊരു ടൈം എടുക്കും. അപ്പം അങ്ങനെ അത് ഓർക്കുക, എന്തപ്പാ പറഞ്ഞത്. അപ്പം നമ്മളെ മനസ്സത് വേറുള്ളടത്തു നിന്നൊക്കെ ശ്രദ്ധ പോകും. നല്ല ടൈം എടുത്ത് നമുക്ക് പാരായണം ചെയ്യാൻ പറ്റും. അതിങ്ങനെ കൃത്യമായിട്ട് നമ്മളെ മനസ്സിലുണ്ടാവും. കാരണം ഇത് വിട്ടുപോകില്ല. ഒരു വെള്ളി കഴിഞ്ഞു, അടുത്ത വെള്ളി പിന്നെയും നമ്മൾ പാരായണം ചെയ്യുന്നുണ്ട്. അപ്പം അത് നമ്മുടെ മനസ്സിലുണ്ടാവണം. അപ്പം ഇതിനൊക്കെയാണ് ഖുർആനെങ്കിൽ ഇതിൽ ഏത് വകുപ്പിലായിരിക്കും ഞാൻ എന്നുള്ള ചിന്തയാണ്. ഒന്നിൽ യുൻദിറ ബഅ്സൻ ശദീദൻ മിൻ ലദുൻഹു വയുബശ്ശിറൽ മുഅ്മിനീന അല്ലദീന യഅമലൂന സ്സാലിഹാത്തി. കണ്ടോ, മുഅ്മിനീങ്ങൾക്ക് സന്തോഷ വാർത്ത അറിയിക്കാൻ. അപ്പൊ ഈമാനുള്ളവർക്കാണ് ഖുർആൻ കൊണ്ട് സന്തോഷ വാർത്ത. ഈമാൻ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല.
ആ ഈമാൻ ഉണ്ട് എന്ന് തെളിയിക്കുന്ന നിലക്ക് എന്തുകൂടെ വേണം കണ്ടോ. തുടർന്ന് അള്ളാഹു അത് പറഞ്ഞിട്ടുണ്ട്, അല്ലദീന യഅമലൂന സ്വാലിഹാത്തി, സൽക്കർമ്മങ്ങളും കൂടെ ചെയ്യണം. എനിക്ക് ഈമാനൊക്കെ ഉണ്ട്, എൻ്റെ മനസ്സിലാണ്, നിങ്ങൾ നോക്കണ്ട എന്ന് പറഞ്ഞാൽ ശരിയാവില്ല. അത് സൽക്കർമ്മങ്ങൾ കൊണ്ട് അത് സത്യപ്പെടുത്തണം. ഈമാൻ എന്ന് പറഞ്ഞാൽ അതാണ്. ഈമാൻ എന്ന് പറഞ്ഞത് കേവലം വ്യാമോഹം വർത്താനം മാത്രമൊന്നുമല്ല. അത് ഹൃദയത്തിൽ മാ വഖറ ഫിൽ ഖൽബി, ഹൃദയത്തിൽ അത് രൂഢമൂലമായതാണ്. അതിനെ സത്യപ്പെടുത്തേണ്ടത് എന്താണ്? നമ്മുടെ അമലാണ്. തസ്ദീഖും ബിൽ അമൽ, അമല് കൊണ്ട് സത്യപ്പെടുത്തണം. അല്ലാത്ത ഈമാൻ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. അള്ളാഹുവിൻ്റെ അടുക്കൽ ഒരു അമല് സ്വീകരിക്കപ്പെടണമെന്നുണ്ടെങ്കിൽ തന്നെയുള്ള അടിസ്ഥാനപരമായ കാര്യം ഇവിടെ അള്ളാഹു സുബ്ഹാനഹു വ തആല പരാമർശിച്ചു കഴിഞ്ഞു. എന്താണ്? സൽക്കർമ്മങ്ങൾ ചെയ്യണം.